റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി ടേക്ക് ഓഫ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ടേക്ക് ഓഫിൽ ഇന്നിപ്പോ നമ്മളുടെ കൂടെ ചേരാൻ പോകുന്ന ആള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേഖാചിത്രം എന്ന് പറയുന്ന ഒരു ചിത്രം, ആ ചിത്രം ഒരു വലിയ ചിത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ജോഫിൻ ടി ചാക്കോ ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഈ ഒരു സിനിമ വളരെ മനോഹരമായിട്ടുള്ള സിനിമ, എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ടതാവുന്ന ഒരു സിനിമ നമ്മളിൽ സൃഷ്ടിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നതിനുള്ള സ്നേഹം അറിയിക്കുകയാണ്. അപ്പോ സിനിമ വളരെ വലിയ വിജയമായിരിക്കുന്നു, വലിയൊരു കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു. അപ്പോ അതെനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും നമ്മളുടെ സിനിമയിൽ ടെക്നോളജി കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഈ ഒരു സിനിമയിൽ തോന്നുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് എന്തായിരുന്നു ജോഫിനെ സംബന്ധിച്ചോളം ഈ ഒരു സിനിമയുടെ ഹൈ എന്ന് പറയുന്നത്? ഇതിന്റെ ബേസിക് ഐഡിയ കേട്ടപ്പോ തൊട്ട് അത് പിന്നീട് ഞങ്ങളത് ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് ഓരോ പോയിന്റിലും ഈ സിനിമ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ കിട്ടിയുള്ള അംഗീകാരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സിനിമയായിരുന്നു എനിക്ക്. ആദ്യത്തെ ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ തൊട്ട് ഈ സിനിമ ഈ പറഞ്ഞാൽ വൃത്തിയായിട്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന ആൾക്കാരൊക്കെ സമ്മതിച്ച് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് ഇപ്പൊ കിട്ടുന്ന ഒരു അഭിപ്രായം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതെ, ഇത് ശരിക്കും എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഒരു കാര്യം നമ്മളെ വിശ്വസിപ്പിക്കുക. ഇപ്പൊ ഈ പടം കണ്ട 90% ആളുകൾ ഇത് സത്യമാണോ, ഇത് ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്നൊരു ചിന്തയായിരിക്കും 90% ആളുകളുടെയും മനസ്സിൽ വരുന്നത്, അല്ലേ? അങ്ങനെ വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആർക്കും അങ്ങനെ വരും വേണം. എന്നാൽ തന്നെ അതല്ല എന്നുള്ള ഇതൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഫിക്ഷണൽ വേൾഡ് ആണെന്നുള്ള കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട്. സസ്പെൻസ് ആയതുകൊണ്ട് എത്രമാത്രം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. അത് റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? അതായത് ഒറിജിനലിൽ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടോ എന്നുള്ളത്. അതായത് ഒറിജിനൽ ബന്ധം ഇന്നലെ മമ്മൂക്ക ഇന്റർവ്യൂ പറഞ്ഞ കാര്യമാണ്. ആ സിനിമ എപ്പിസോഡിൽ ഒറിജിനലി ഉള്ള സംഭവം. അത് മമ്മൂക്കയ്ക്ക് വന്ന കത്തുകൾ, ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ നിന്ന് വന്നിട്ടുള്ള മമ്മൂക്കയുടെ കത്തുകൾ വായിച്ചിട്ടാണ് മറ്റേ മുത്താരം കൊണ്ട് പി എന്ന് പറയുന്ന സിനിമയ്ക്കുള്ള അവർക്കുള്ള ഐഡിയ ഉണ്ടായത്. അത് ഒറിജിനലുള്ള സംഭവം. ആസിഫ് അലിയുടെ തുടർച്ചയായിട്ടുള്ള വിജയങ്ങളാണ്, അത് ആ ഒരു സന്തോഷം കൂടി. ഉറപ്പായിട്ട് ആസിഫയുടെ വിജയപരാജയങ്ങൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഞാൻ ബോധേഡായിട്ടുള്ള ആളല്ല. ആസിഫ എന്ന് പറയുന്നത് എനിക്ക് 2013 തൊട്ട് പരിചയമുള്ള, ഞാൻ ആദ്യ സിനിമയായിട്ട് ബൈസൈക്കിൾ ചൂസ് വർക്ക് ചെയ്യുമ്പോൾ അതിലെ നായകനാണ്. അന്ന് ഞാൻ കണ്ട ആസിഫിനെ തന്നെയാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിജയപരാജയങ്ങൾ അത് വേറെ. അപ്പൊ എനിക്ക് സിനിമയോട് ആലോചിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന സമയത്തോ സിനിമ ഇറങ്ങിയ സമയത്തോ അതിനെപ്പറ്റി ഞാൻ അത്ര ബോധരായിരുന്നില്ല. ഇപ്പോഴും അല്ല അപ്പോഴും അല്ല. അത് എനിക്ക് ആസിഫലി എന്ന് പറയുന്നത് എനിക്ക് സിനിമയിൽ ഏറ്റവും സൗഹൃദമുള്ള നായകന്മാരിൽ ഒരാളാണ്. ഏറ്റവും കംഫർട്ടായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവരെ എനിക്ക് അറിയില്ല. ഞാൻ വളരെ കുറച്ച് സിനിമ ലൊക്കേഷനിൽ മാത്രം പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ ആകെ 3 സിനിമയുടെ ലൊക്കേഷനിലെ മുഴുവനായിട്ട് വന്നിട്ടുള്ളൂ. അതൊന്ന് ബൈസിക്കിൾ ഡേയ്സും എന്റെ 2 സിനിമകളുമാണ്. ബാക്കി ഒരു സിനിമയുടെ ലൊക്കേഷനിൽ മുഴുവനായിട്ട് നിൽക്കാത്ത ഒരാളാണ്. മറ്റാർട്ടിസ്റ്റുകളെ പറ്റി എനിക്കറിയില്ല. പക്ഷെ എന്റെ സിനിമയില് 2 സിനിമയിൽ എനിക്ക് ആർട്ടിസ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആസിക്കൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്തും അങ്ങനെയാണ്. ഭയങ്കര കംഫർട്ടായിട്ടുള്ള മനുഷ്യൻ. ഞാൻ 6 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ 6 മണിക്കും രാത്രി 2 മണി വരെ നിൽക്കണം എന്ന് പറഞ്ഞാൽ 2 മണി വരെ നിൽക്കാൻ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അത് ഒരു മുഖം കറുപ്പിച്ചെന്ന് പറയുക പോലും ചെയ്യാതെ നമ്മുടെ ഒപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടൊരു മനുഷ്യൻ. അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ആസിഫലി. അതിനപ്പുറം ആസിഫിയുടെ വിജയപരാജയങ്ങൾ ഒന്നും എന്നെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന് ഈ പറയുന്ന അംഗീകാരം കിട്ടുന്നു എന്ന് അറിയുന്ന സമയത്ത്, അദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ടിന് അംഗീകാരം മറ്റുള്ളവർ കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു സുഹൃത്തെന്ന നിലയിലും എന്റെ സഹപ്രവർത്തന നിലയിലും എന്റെ സിനിമയിലെ നായകൻ നിലയിലും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളി. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സിനിമ മറ്റൊരു ചിത്രത്തിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ അതിന് പെർമിഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രോസസ്സ്. ഈ സിനിമ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഈ കഴിഞ്ഞ 4 വർഷം എടുത്തതിനുള്ള കാരണം ആ ക്ലറിക്കൽ ജോബ് ആണ്. അതിന്റെ ഒപ്പം തന്നെ ഇത് കണക്ട് ചെയ്തെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. സിനിമ കണ്ടവർക്ക് അറിയാതെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ആലോചിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല, ഒരിക്കലും. അപ്പൊ അത് ഉണ്ടാക്കാൻ എടുത്തൊരു സമയം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. ഇതിന്റെ ക്ലറിക്കൽ ജോബ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് ആൻഡ്രോ ജോസഫ് എന്ന് പറയുന്ന ഇതിന്റെ എന്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവും ഈ സിനിമയിലെ ഏറ്റവും ആൻഡ്രോ ജോസഫ് എല്ലാവർക്കും അറിയുന്ന മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പ്രൊഡ്യൂസർമാരിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർമാരിലെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള മനുഷ്യനായിട്ടുള്ള ആൻഡ്രോ ജോസഫ് ആണ്. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഈ സിനിമയുടെ ഇത്തരം ക്ലറിക്കൽ ജോബുകൾ നടന്നതും അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ 1-2 ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് രേഖായിട്ട് എന്ന് പറയുന്നത്. മറ്റു പ്രൊഡ്യൂസർമാർക്കൊന്നും പെട്ടെന്ന് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയല്ല. അതിന്റെ ഒപ്പം വേണുകുന്നപ്പള്ളി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളുള്ള ഒരാൾ നമ്മുടെ ഒപ്പം കൈകോർത്ത സമയത്ത് ഈ സിനിമയ്ക്ക് എല്ലാം ഈസി ആയി. പറയുന്ന
പെർമിഷൻസും പരിപാടിയൊക്കെ ചെയ്യാൻ ആൻഡ്രോ ചേട്ടനെ പോലത്തെ ഒരാളും ഈ സംബന്ധിച്ച് നമുക്ക് എല്ലാത്തരം ഹെൽപ്പിനും മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറും ഒന്നിച്ച സമയത്ത് ഇതിന്റെ ആ ഒരു വർഷം കംപ്ലീറ്റ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയി. അപ്പൊ അത് പിന്നെ ഒരു മേക്കറെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഈസിയാണത്. അത് ആ സൈഡ് ഓക്കെ ആവാതിരിക്കുമ്പോഴാണ് സിനിമ പരാജയപ്പെടുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവും, ഒരു സിനിമ പോലും ആരും മോശമാവാൻ എടുക്കുന്നില്ല, എല്ലാവരും നല്ല സിനിമകളാണ് ശ്രമിക്കുന്നത്. നല്ല സിനിമകൾ പലപ്പോഴും നല്ല തിരക്കഥകൾ മോശമായി പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ സൈഡും ഡയറക്ഷൻ സൈഡും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അവർക്കതിലുള്ള പ്രശ്നങ്ങളാണ്. ഈ സിനിമയിൽ ഈ സിനിമ നന്നായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം പ്രൊഡക്ഷൻ സൈഡും ഞങ്ങളുടെ സൈഡും ഭയങ്കര സിങ്കായിട്ട് ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് വരെ ഈ നിമിഷം വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ക്വാളിറ്റി ഈ സിനിമയ്ക്ക് എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, കണ്ടവരോടും കാണാത്തവരോടും എന്താ പറയാനുള്ളത്? എപ്പോഴും ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് അന്നും ഇന്നും ഞാൻ പറയുന്ന സംഭവം ഇതൊരു ത്രില്ലർ സിനിമയല്ല. ഇനി കാണാൻ പോകുന്നവരും അതിനെ ഒരു ത്രില്ലർ ത്രില്ലർ എക്സ്പെക്ട് ചെയ്ത് പോവാതെ ഇപ്പൊ കേട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഇതില്ല. ഇത് വേണമെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സിനിമയാണ്. ഇതൊരു ഡ്രാമ കൂടുതലുള്ള ഒരു കുറച്ചൊക്കെ ഇമോഷണൽ കണക്ഷൻ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത്തരത്തിലൊരു ത്രില്ലറാണ്. ഒരു വേണമെങ്കിൽ ഫീൽ ഗുഡ് ത്രില്ലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ പറയാവുന്ന അത്തരത്തിലൊരു സിനിമയാണ് ഇത്. അപ്പൊ അതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഒരു പ്രീ ഡിഗ്മെന്റായിട്ട് ഒരു ത്രില്ലർ സിനിമ കാണാൻ പോരുത്. അങ്ങനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ സിനിമ വർക്കാവാതിരിക്കും. ഇതിന് ഈ പറയുന്ന ട്വിസ്റ്റ് പോരാ, ടെൻസ് പോരാ, സസ്പെൻസ് പോരാ എന്നുള്ള സംഭവങ്ങൾ തോന്നാൻ സാധ്യതയുണ്ട്. ഒരു സസ്പെൻസ് ഇല്ല ഈ സിനിമയ്ക്ക് എന്നുള്ളത് റിയലൈസ് ചെയ്ത് ഫസ്റ്റ് തുടക്കം തന്നെ സിനിമയ്ക്ക് കയറുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ട്. ഇപ്പൊ ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയും അഭിപ്രായം വരുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. എന്തായാലും ജോഫിൻ സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇനിയും ഇതുപോലെ നല്ല നല്ല ചിത്രങ്ങളുമായിട്ട് നമ്മളുടെ കൂടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.